ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി നമ്മളെ മത്തിയില്ലേ മത്തിച്ചാള ഫ്രൈൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഒരുപാട് ആയി വീഡിയോ ഇട്ടിട്ട്, അപ്പം ഒരു മാസമൊക്കെ ആയി വീഡിയോ ഇട്ടിട്ട്. അപ്പം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തതെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടുനോക്കുക. അപ്പോൾ ഇതാ കുറച്ച് നമ്മളെ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് കാന്താരി മുളക് കേട്ടോ. കാന്താരി മുളക് തന്നെ വേണം, ഇതൊരു വേറെ രീതിയിലാണ് കേട്ടോ ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, അത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 2-3 വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. കുറച്ച് കുരുമുളക്, അധികമൊന്നും ആവരുത്, ഒരു 1/4 ടീസ്പൂണിനും താഴെ ആയിരിക്കണം കുരുമുളകൊക്കെ എടുക്കേണ്ടത്. ഇതാ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ താഴെയായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഒരു 1/4 ടീസ്പൂൺ സുർക്കയാണ് കേട്ടോ. അതിലേക്ക് വിനാഗിരിയില്ലേ, അതാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീരാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഓവറായിട്ട് അരിഞ്ഞു പോകരുത്, ഈ ഒരു രീതിയിലായിരിക്കണം കേട്ടോ. നല്ലൊരു തരി പോലെ തന്നെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ ഈ മത്തിയിലേക്ക് ഇത് മൊത്തം ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഒരു മീനിലേക്ക് നമ്മുടെ ഈ മസാലയൊക്കെ ഫുള്ളായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് പരമാവധി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ടൈം നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ അത്രയും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. കാരണം ആ ഒരു നല്ലതുപോലെ മസാലയൊക്കെ ആ ഒരു ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും അങ്ങനെ ഇറങ്ങുമ്പം നമ്മളിത് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, പുറത്ത് വെച്ചാലും മതിയാകും. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പം ആ ഒരു തണുപ്പോട് കൂടി നല്ലതുപോലെ ഇങ്ങനെ പിടിച്ച് കിട്ടും. അതിനാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. നമുക്ക് ഫ്രിഡ്ജില്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതിയാകും കേട്ടോ. അപ്പോൾ ഇതാ നല്ലതുപോലെ ഞാനിതൊന്ന് പിന്നെ മസാലയൊക്കെ ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പൊരിക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൽ പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് നമ്മൾ പൊരിച്ചെടുക്കുന്ന ആ പാൻ അടുപ്പത്ത് വെക്കാം. ഞാനിവിടെ ഒരു കട്ടിയുള്ള കല്ലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത്, ചീനച്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ സാധാരണ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ നിങ്ങൾ ഏതിനാണ് ഫ്രൈ ആക്കി എടുക്കുന്ന ഓയിൽ, അതിന് നിങ്ങൾക്ക് അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കറിവേപ്പില എണ്ണയിലേക്ക് ഇടുമ്പം പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ എന്ത് ഫ്രൈ ആക്കി എടുക്കണമെങ്കിലും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ മത്തികളൊക്കെ ഇങ്ങനെ ഒന്ന് എണ്ണയിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഞാനിത് ഓവറായിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടില്ല, ഒരു മീഡിയം രീതിയിലാണ് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാ മത്തിയും ഞാൻ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വേണം ഈ മത്തികളൊക്കെ ഏത് മീനാണെങ്കിലും ഒന്ന് കല്ലിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം. അതിനുശേഷം ഇത് മറിച്ചിടുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുത്താൽ ആ മറിച്ചിടുന്ന ഭാഗത്തും അടിഭാഗത്തേക്ക് ആ കറിവേപ്പിലിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലതുപോലെ ഇറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്കും ഞാനിതൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഞാനൊരു ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊന്ന് മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇതൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഓവറായിട്ട് മുരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ ഓവറായിട്ട് വേണ്ട, ഒരു മീഡിയം രീതിയിൽ മതിയെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഓവറായിട്ട് മുരിച്ചെടുത്തിട്ടില്ല. ഇവിടെ അതിങ്ങനെ ഓവറായിട്ട് മുരിയുന്ന ഇഷ്ടമില്ല കേട്ടോ. ഒരു മീഡിയം രീതിയിലായിരിക്കണം നമ്മൾ ഇത് ഫ്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടി ഈ ഒരു രീതിയിലായിരിക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ആ മസാല ഇങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത്രയൊരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അതിൻ്റെ പേരിലാണ് ഈ ഒരു രീതിയിൽ ഞാനിവിടെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കുന്നത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ മത്തി ഫ്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ ഏത് മീനാണെങ്കിലും ഈ ഒരു രീതിയിൽ ഫ്രൈ ആക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ മുളക് എടുക്കുമ്പം നമ്മൾ പച്ചമുളക് എടുക്കാതെ കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളക് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു എരിവും ആ ഒരു മൊത്തത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു മീൻ പൊരിച്ചത് മാത്രം മതിയാകും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പൊരിച്ചപ്പം എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടും. എന്തായാലും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കൂടെ എൻ്റെ ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.